بسم الله الرحمن الرحيم إن الذين كفروا لن تغني عنهم أموالهم ولا أولادهم من الله شيئا وأولئك هم وقود النار كدأب آل فرعون والذين من قبلهم كذبوا بآياتنا فأخذهم الله بذنوبهم والله شديد العقاب قل للذين كفروا ستغلبون وتحشرون إلى جهنم وبئس المهاد قد كان لكم آية في فئتين التقتا فئة تقاتل في سبيل الله وأخرى كافرة يرونهم مثليهم رأي العين والله يؤيد بنصره من يشاء إن في ذلك لعبرة لأولي الأبصار زين للناس حب السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم إن الحمد لله نحمده ونستعينه ونستهديه ونعوذ بالله من شرور أنفسنا وسيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما ثم أما بعد فإن أصدق الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار സഹോദരന്മാരെ, ഇന്ന് നമ്മൾ ഈ മിമ്പറിൽ നമ്മുടെ എല്ലാവരുടെയും ഒരു ജീവൽ പ്രശ്നം എന്ന് വിശേഷിപ്പിക്കപ്പെടാവുന്ന ഒരു വിഷയമാണ് ഒരു ഖുത്ബയായി ശ്രവിച്ചത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മനുഷ്യരുടെ ഭൗതിക ജീവിതത്തെ സൃഷ്ടിച്ചപ്പോൾ അതിന് അള്ളാഹു അതിനെ ഊട്ടിയ പ്രകൃതം കഠിനാധ്വാനം ചെയ്യുക, ക്ലേശപ്പെടുക, ബുദ്ധിമുട്ടി അധ്വാനിച്ച് മുന്നോട്ട് പോവുക എന്ന ഒരു പ്രകൃതം. അതെല്ലാ മനുഷ്യരും അവരുടെ ജീവിതത്തിൻ്റെ പ്രശ്നമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ലാ ഉഖ്സിമു ബിഹാദൽ ബലദ് വഅൻത ഹില്ലും ബിഹാദൽ ബലദ് വവാലിദിൻ വമാ വലദ് എന്ന് തുടങ്ങി വിശുദ്ധ മക്കയെ, അതേപോലെ സൃഷ്ടിചരാചരങ്ങളെ കൊണ്ട് സത്യം ചെയ്ത് ആണയിട്ട് പറയുന്ന വസ്തുത അതാണ്. ലഖദ് ഖലഖ്നൽ ഇൻസാന ഫീ കബദ്, മനുഷ്യരെ നാം
പ്രയാസപ്പെടുന്ന കഠിനാധ്വാനം ചെയ്യുന്ന പ്രകൃതിയിലാകുന്നു സൃഷ്ടിച്ചിരിക്കുന്നത്. അള്ളാഹു ആണയിട്ട് സത്യം ചെയ്ത് ഈ ഒരു വിഷയം പ്രതിപാദിക്കുമ്പോൾ മനുഷ്യരുടെ പുരുഷായുസിൻ്റെ പ്രത്യേകതയാണത്. ഇവിടെ നമുക്ക് പറഞ്ഞ ജീവിതം അതൊരു അധ്വാനത്തിൻ്റെ പണിപ്പെട്ട് നയിക്കേണ്ട ഒരു ജീവിതമാണ്. വിശുദ്ധ ഖുർആൻ മറ്റൊരിടത്ത് പറഞ്ഞത് യാ അയ്യുഹൽ ഇൻസാൻ ഇന്നക കാദിഹുൻ ഇലാ റബ്ബിക് ഖദ്ഹൻ ഫമുലാഖി. മനുഷ്യ, നീ കഠിനാധ്വാനം ചെയ്ത് മുന്നേറും. ഈ കഠിനാധ്വാനം ചെയ്തിട്ടുള്ള മുന്നേറ്റം അല്ലെങ്കിൽ ഗമനം അത് അള്ളാഹുവിലേക്കാണ്. ഫമുലാഖി, കഠിനാധ്വാനത്തിന് വിരാമം, മരണം കുറിച്ചാൽ പിന്നീട് നീ റബ്ബിലെ കണ്ടുമുട്ടുവാൻ റബ്ബിലേക്കുള്ള പോക്കാണ്. ഈ വിശുദ്ധ വചനങ്ങൾ നമ്മളോട് പറയുന്നത് നമ്മുടെ ജീവിതത്തെക്കുറിച്ചാണ്. നമ്മുടെ പുരുഷായുസ് അത് അധ്വാനിക്കുന്ന, ക്ലേശം ഭാരം പേറുന്ന, കഠിനാധ്വാനത്തിൽ മുന്നേറുന്ന ആയുസ്സാണ്. ഇവിടെ സുഖലോലുപതയിൽ ആറാടി സുഖത്തിൽ മാത്രം ജീവിച്ചു പോയവർ ഒരാളുമില്ല. അതൊരു അസാധ്യമായിട്ടുള്ളൊരു സംഗതിയാണ്. എല്ലാവരെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു പ്രത്യേകത അവരുടെ ജീവിതത്തിലുണ്ട്. ജീവിതം ദ്വന്ദ്വാത്മകം എന്ന് പറയും. സന്തോഷത്തിനപ്പുറം സന്താപമുണ്ട്, സന്താപത്തിനപ്പുറം സന്തോഷമുണ്ട്, എളുപ്പത്തിനപ്പുറം ഞെരുക്കമുണ്ട്, ഞെരുക്കത്തിനപ്പുറം എളുപ്പമുണ്ട്, ഉയർച്ചയ്ക്ക് ഒരു ഇറക്കമുണ്ട്, ഇറക്കത്തിനൊരു ഉയർച്ചയും കയറ്റമുണ്ട്, ഒരു കുന്നിന് ഒരു കുഴി എന്ന പോലെ മനുഷ്യരുടെ ജീവിതം അത് ഇന്ന് സമ്പന്നനാണ് എങ്കിൽ നാളെ അയാൾ ദരിദ്രനാണ്. ഇന്നത്തെ ദരിദ്രൻ നാളത്തെ സമ്പന്നനാണ്. ഇന്ന് മേലാളൻ നാളത്തെ കീഴ്ഘടകമാണ്. ഇന്നത്തെ കുബേരൻ നാളത്തെ കുചേലൻ, ഇന്നത്തെ കുചേലൻ നാളത്തെ കുബേരൻ. ഇങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പുരുഷായുസിനെ നിശ്ചയിച്ചിരിക്കുന്നു. ഈ ആയുസ്സിനെ താണ്ടി ഇതിൽ സന്തോഷമുണ്ട് എങ്കിൽ അതനുഭവിച്ച്, അതല്ല ദുഃഖവും പ്രയാസവും ഞെരുക്കവുമാണ് എങ്കിൽ അത് അനുഭവിച്ച് മനുഷ്യർ ഈ ഭൗതികതയിൽ ജീവിക്കുവാൻ വിധേയരാണ്, അതിന് വിധിക്കപ്പെട്ടവരാണ്. അതൊരളവിലല്ലെങ്കിൽ മറ്റൊരളവിൽ എല്ലാവരെയും ഭരിച്ച് എല്ലാവരിലും കഴിഞ്ഞ് പുരുഷായുസ് മുന്നേറിക്കൊണ്ടിരിക്കും. സന്തോഷം മാത്രമുള്ള, സന്താപമില്ലാത്ത, ദുഃഖമില്ലാത്ത, സുഖം മാത്രമുള്ള, ഞെരുക്കമില്ലാത്ത, എളുപ്പം മാത്രമുള്ള, കൊതിച്ചതിന് മുന്നിൽ കൂച്ചുവിലങ്ങില്ലാത്ത, കൊതിച്ചതെല്ലാം ലഭിക്കുന്ന ജീവിതം അത് വിശ്വാസികൾക്ക് മരണപ്പിറ്റേന്നാണ്. ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹിയോട് ചോദിച്ചു, മത്ത റാഹ, എന്നാണ് റാഹത്ത്? അദ്ദേഹത്തിൻ്റെ പ്രതികരണം, നമ്മുടെ ആദ്യ പാദം സ്വർഗത്തിൽ നാട്ടുന്നത്, കുത്തുന്നത് എപ്പോഴാണ് അത് മുതലാണ് റാഹത്ത്. അതുവരെയും ഇല്ലായ്മയുടെയും വല്ലായ്മയുടെയും കഷ്ടതകളുടെയും പ്രയാസങ്ങളുടെയും അതേപോലെ തന്നെ സുഖ ദുഃഖ സമ്മിശ്രങ്ങളുടെ ജീവിതമാണ് ഈ പുരുഷായുസിൽ പറയപ്പെട്ടുള്ളത്. പക്ഷെ അവിടെ എത്തിയാൽ മരണപ്പിറ്റേന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ദുഃഖമില്ലാത്ത സുഖത്തിൻ്റെ സന്തോഷത്തിൻ്റെ ജീവിതം, ക്ഷീണമില്ലാത്ത, ക്ഷാമമില്ലാത്ത ക്ഷേമത്തിൻ്റെയും ധന്യതയുടെയും ജീവിതം അതാണ് പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ അർഹർക്ക് അള്ളാഹു ആ വിഭാഗത്തിൽ നമ്മളെ ഉൾപ്പെടുത്തുമാറാവട്ടെ. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഇന്നൽ മുത്തഖീന ഫീ ജന്നാത്തിൻ വഉയൂൻ ഉദ്ഖുലൂഹാ ബിസലാമിൻ ആമിനീൻ വനസഅനാ മാ ഫീ സുദൂരിഹിം മിൻ ഗില്ലിൻ ഇഖ്വാന
അലാ സുറുറിൻ മുതഖാബിലീൻ ലാ യമസ്സുഹും ഫീഹാ നസബുൻ വമാ ഹും മിൻഹാ ബിമുഖ്റജീൻ. സൂറത്ത് ഹിജ്റിൽ അല്ലാഹു പറയാണ്, ഇന്നൽ മുത്തഖീന ഫീ ജന്നാത്തിൻ വഉയൂൻ. മുത്തഖീങ്ങൾ സ്വർഗീയ തോട്ടങ്ങളിലും സ്വർഗീയ അരുവികളിലുമാണ്. ഉദ്ഖുലൂഹാ ബിസലാമിൻ ആമിനീൻ. സമാധാനചിത്തരായി, സുരക്ഷിതരായി, നിർഭയരായി സ്വർഗത്തിലേക്ക് പ്രവേശിക്കൂ എന്ന് അവരോട് അരുളപ്പെടും, പറയപ്പെടും. അപ്പം സ്വാഗതം മോദി സ്വീകരണമാണ്. വനസഅനാ മാ ഫീ സുദൂരിഹിം മിൻ ഗില്ലിൻ ഇഖ്വാന അലാ സുറുറിൻ മുതഖാബിലീൻ. അവരുടെ മനസ്സിൽ നിന്ന് പകയുടെ, വിദ്വേഷത്തിൻ്റെ, പരസ്പര പോരിൻ്റെ വശങ്ങളെയെല്ലാം നാം ഊരിയെടുത്ത് മാറ്റും. അതിൽ പിന്നെ അലാ സുറുറിൻ മുതഖാബിലീൻ, അവർ പരസ്പരം മുഖത്തോട് മുഖം നോക്കി സ്വർഗീയ ചാരുമഞ്ചങ്ങളിൽ ചാരിയിരുന്ന് സുഖിക്കുന്നവരായിരിക്കും. ലാ യമസ്സഹും ഫീഹാ നസബുൻ വമാ ഹും മിൻഹാ ബിമുഖ്റജീൻ. ഒരു ക്ഷീണമോ തളർച്ചയോ അവരെ സ്പർശിക്കുകയേ ഇല്ല. അവർ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കപ്പെടുന്ന അവസ്ഥയുമില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വാസികളെക്കുറിച്ച്, മുത്തഖീങ്ങളെക്കുറിച്ച് പറയണം. ഈ വചനങ്ങൾ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് എന്താണ്? ഈ വചനങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നത് എന്താണ്? ഈ വചനങ്ങൾ പഠിപ്പിക്കുന്നത് ക്ഷീണമില്ലാത്ത, ദുഃഖമില്ലാത്ത, ഭാരമില്ലാത്ത, ഞെരുക്കമില്ലാത്ത, പ്രയാസമില്ലാത്ത ജീവിതം അത് മുത്തഖീങ്ങൾക്ക് അല്ലാഹു പറഞ്ഞിട്ടുണ്ട്. അത് മരണപ്പിറ്റേന്നവർ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്നത് ഓടൊപ്പമാണ്. അതുകൊണ്ടാണ് സ്വർഗവാസികൾ സ്വർഗത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ അൽഹംദുലില്ലാഹില്ലദീ അദ്ഹബ അന്നൽ ഹസൻ ഇന്ന റബ്ബി ലഗഫൂറുൻ ശകൂർ എന്ന് അള്ളാഹുവിന് സ്തുതിയോതുന്നത്. സ്വർഗവാസികൾ സ്വർഗത്തിലെത്തിയാൽ അവർ അള്ളാഹുവിനെ സ്തുതിച്ച് പറയുന്നത് എന്താ? അൽഹംദുലില്ലാഹ്, സ്തുതികൾ അഖിലവും അള്ളാഹുവിന് മാത്രമാകുന്നു. എങ്ങനെയുള്ള അള്ളാഹുവാണ്? അല്ലദീ അദ്ഹബ അന്നൽ ഹസൻ, ദുഃഖവിചാരങ്ങളെ ഞങ്ങളിൽ നിന്ന് പോക്കിക്കളഞ്ഞവനായ അള്ളാഹു. വിശ്വാസിയായാലും ഈ ദുനിയാവിൽ ദുഃഖഭാരം വേട്ടയാടും. ദുഃഖങ്ങൾ, ഞെരുക്കങ്ങൾ, പ്രയാസങ്ങൾ വിശ്വാസിയെയും വേട്ടയാടും. പക്ഷേ സ്വർഗത്തിലെത്തിക്കഴിഞ്ഞാൽ മനസ്സിന് സുഖമാണ്, മനസ്സിന് ആനന്ദമാണ്, സുഖജീവിതമാണ്. അതുകൊണ്ടാണ് ഞങ്ങളിൽ നിന്ന് ദുഃഖം പോക്കിക്കളഞ്ഞ ഞങ്ങളുടെ റബ്ബിന് മാത്രമാകുന്നു സ്തുതികൾ മുഴുവനും. ഇന്ന റബ്ബി ലഗഫൂറുൻ ശകൂർ, എൻ്റെ റബ്ബ് പാപങ്ങളെല്ലാം പൊറുക്കുന്ന, ചെയ്തത് കുറച്ചാണെങ്കിലും കൂടുതൽ പ്രതിഫലമേകുന്ന ശക്കൂറായ അള്ളാഹു ആകുന്നു എന്ന് സ്വർഗവാസി പറയുന്നത്. പറഞ്ഞു വരുന്ന വിഷയം, ഈ ദുനിയാവിൽ അതിൻ്റെ പ്രത്യേകതയാണ് വിശ്വാസികളാണെങ്കിലും പ്രയാസങ്ങൾ, ചില ഞെരുക്കങ്ങൾ, ദുഃഖങ്ങൾ അവരെ വേട്ടയാടുക എന്നുള്ളത്. പക്ഷേ സ്വർഗരാജ്യം അനന്തരമാക്കി സ്വർഗീയ ജീവിതത്തിലേക്ക് കാലെടുത്ത് വച്ചാൽ പിന്നെ അവിടെ ദുഃഖമില്ല, അവിടെ ഞെരുക്കമില്ല, പ്രയാസമില്ല എന്നുള്ളതാണ്. ദുനിയാവിൽ ജീവിക്കുന്ന വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ആഖിറത്തിലാണ് അവൻ ഈ ജീവിതം പറയപ്പെട്ടിട്ടുള്ളത് എങ്കിലും ദുന്യവിയായ ഞെരുക്കങ്ങളും പ്രയാസങ്ങളും വിശ്വാസിക്ക് സഹിക്കുവാനും അത് വിശ്വാസിക്ക് ഫലപ്രദമാക്കുവാനും ചില മാനദണ്ഡങ്ങളും ചില വിഷയങ്ങളും ഈ സത്യദീൻ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. വിശ്വാസിയായാലും അവിശ്വാസിയായാലും അവരെ സംബന്ധിച്ചിടത്തോളമൊക്കെ ജീവിതം ഈ ഒരു ഇരുമുഖ ഭാഷ്യത്തിലാണ്. എന്ന് പറഞ്ഞാൽ സന്തോഷത്തിൻ്റെ, സന്താപത്തിൻ്റെ, സുഖത്തിൻ്റെ, ദുഃഖത്തിൻ്റെ ഈ ഒരു സമ്മിശ്രമായ ജീവിതമാണ്. പക്ഷേ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം പരീക്ഷണങ്ങളും പ്രയാസങ്ങളും അതിനെ പൊന്നാക്കി മാറ്റി അവന് ഈ ദുനിയാവിൽ ജീവിക്കുവാനുള്ള അവസരവും അവസ്ഥയും പറഞ്ഞിട്ടുണ്ട്. ചില മാനദണ്ഡങ്ങൾ ഉണർത്തിയിട്ടുണ്ട്. പ്രയാസമുണ്ടോ, ദുഃഖമുണ്ടോ, വേദനയുണ്ടോ, അതെല്ലാം വിശ്വാസിക്ക് ഫലപ്പെടുന്ന രീതിയിൽ മാറുന്ന, അതിലൂടെയെല്ലാം വിശ്വാസി വിജയം കൊയ്യുന്നതായ ചില മാനദണ്ഡങ്ങൾ, അതാണ് മുഖ്യമായും നമ്മൾ ഈ ഖുത്ബയിൽ ഇന്ന് ശ്രവിക്കുകയുണ്ടായത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, മൻ അമില സ്വാലിഹൻ മിൻ ദക്കറിൻ ഔ ഉൻസ വഹുവ മുഅ്മിൻ ഫലനുഹയ്യന്നഹു ഹയാതൻ ത്വയ്യിബ. മൻ അമില സ്വാലിഹൻ മിൻ ദക്കറിൻ ഔ ഉൻസ, ആണാകട്ടെ പെണ്ണാകട്ടെ, ആരാണോ സുഹൃതം പ്രവർത്തിക്കുന്നത്, നല്ലത് ചെയ്യുന്നത്, വഹുവ മുഅ്മിൻ, വിശ്വാസിയായിക്കൊണ്ട്, മുഅ്മിനായിക്കൊണ്ട്
സുഹൃതം ചെയ്യുന്നതാരാണോ, നല്ലത് പ്രവർത്തിക്കുന്നതാരാണോ, കയ്യിലിരിപ്പ് കൊള്ളാവുന്ന വിശ്വാസി, അവനെ സംബന്ധിച്ചിടത്തോളം ഫലനുഹിയന്നഹും ഹയാത്തൻ ത്വയ്യിബ, അവനെ നാം നല്ല ജീവിതം അരുളി ആ നല്ല ജീവിതത്തിൽ അവനെ നാം നടത്തും എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. എന്നാൽ വമൻ അഅറദ അൻ ദിക്രി ഫഇന്ന ലഹു മഈശതൻ ദൻക വനഹ്ശുറുഹു യൗമൽ ഖിയാമത്തി അഅമ, എന്നെ സ്മരിക്കുന്നതിൽ നിന്ന്, എന്നെ ഓർക്കുന്നതിൽ നിന്ന് വിമുഖനായി പുറംതിരിഞ്ഞ് മുഖം തിരിച്ച് ജീവിക്കുന്നവൻ ആരാണോ, ഫഇന്ന ലഹു മഈശതൻ ദൻക, അവനാകുന്നു ഇടുസായ കുടുങ്ങിയ ജീവിതം. അവനെ നാം അന്ത്യനാളിൽ കുരുടനായി അന്ധനായിട്ട് ഉയർത്തെഴുന്നേൽപ്പിക്കും എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. ഈ രണ്ട് വചനങ്ങൾ രണ്ടു കൂട്ടർക്കും അവരുടെ ഭാവിയെക്കുറിച്ചുള്ള ഒരാലോചനക്ക് വിഷയമാണ്. വിശ്വാസി സുകൃതം ചെയ്ത് ജീവിച്ചാൽ അവന് നല്ല ജീവിതം, എന്നാൽ അള്ളാഹുവിനെ വിഗണിച്ച് അള്ളാഹുവിൽ നിന്ന് മുഖം തിരിച്ച് ജീവിച്ചാൽ അവന് ഇടുങ്ങിയ ജീവിതം എന്നാണ്. അപ്പോൾ വിശ്വാസവും സൽക്കർമ്മവുമാണ് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് സുഖജീവിതത്തിന് പറയപ്പെട്ടിട്ടുള്ളത്. ഭൗതിക ജീവിതത്തിൻ്റെ പ്രത്യേകത അത് ഈ കുന്നിനൊരു കുഴി എന്ന രീതിയിലാണെങ്കിലും വിശ്വാസിക്ക് തൻ്റെ വിശ്വാസം കൊണ്ടും തൻ്റെ അമലുകൾ കൊണ്ടും ഈ പരീക്ഷണ ജീവിതത്തെ അതിജയിച്ച് അതിൽ വിജയം കൊയ്യാനാകും എന്നാണ് നമ്മൾ പഠിപ്പിക്കപ്പെടുന്നത്. വലാ തഹിനു വലാ തഹ്സനു വഅൻതുമുൽ അലൗന ഇൻ കുൻതും മുഅ്മിനീൻ, നിങ്ങൾ ദുർബലരാകരുത്, നിങ്ങൾ ദുഃഖിക്കരുത്, നിങ്ങളാണ് ഉത്തമന്മാർ, നിങ്ങൾ വിശ്വാസികളാണെങ്കിൽ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. അപ്പോൾ വിശ്വാസം അത് മുഖ്യമാണ്, അടിസ്ഥാനമാണ്. അതുണ്ടോ എങ്കിൽ ദുഃഖിക്കേണ്ടതില്ല, ദുർബലരാവേണ്ടതില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. വിശ്വാസത്തിൻ്റെ തേട്ടങ്ങളിൽപ്പെട്ടതാണ് ഖളാ ഖദറിലുള്ള വിശ്വാസം. വിശ്വാസത്തിൻ്റെ തേട്ടത്തിൽപ്പെട്ടതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലയോടുള്ള ദുആ. ഖളാ ഖദറിൽ വിശ്വസിക്കുമ്പോൾ എന്താ തിരുനബി പഠിപ്പിച്ചത്? തിരുനബി പഠിപ്പിച്ചത് വമാ അസാബക ലം യകുൻ ലിയുഖ്തിഅക, എന്തൊക്കെ നിനക്ക് ബാധിച്ചിട്ടുണ്ടോ അതൊന്നും നിന്നെ തെറ്റിപ്പോകാനുള്ളതല്ല. വമാ അഖ്താക ലം യകുൻ ലിയുസീബക, നിന്നെ ബാധിക്കാതെ പോയതെന്തോ അത് നിനക്ക് ബാധിക്കാനുള്ളതുമല്ല. അപ്പോൾ എന്തെല്ലാം ബാധിച്ചിട്ടുണ്ടോ അത് അള്ളാഹുവിൻ്റെ അരുൾപ്പാടാണ്, പടച്ച തമ്പുരാൻ എന്നുള്ള വിധിയാണ്, തീരുമാനമാണ്. അൽഹംദുലില്ലാ. എന്തെങ്കിലും ബാധിക്കാതെ പോയിട്ടുണ്ടോ എങ്കിൽ അത് എനിക്ക് വിധിച്ചതല്ല, അത് അള്ളാഹുവിൻ്റെ വിധിയാണ്. ഇതൊരു വിശ്വാസിക്ക് ആശ്വാസത്തിൻ്റെ വരിയാണ്. അതാണ് വിശ്വാസത്തിൻ്റെ തേട്ടം. സലഫു സാലിഹീങ്ങളിൽ ഒരാൾ ഒരിക്കലും പ്രശ്നങ്ങൾ ആവലാതിപ്പെടാറില്ല, വിഷയങ്ങളിൽ ദുഃഖിതനുമല്ല. അപ്പോൾ അയാളോട് ചോദിച്ചു, എന്താണ് നിങ്ങളുടെ ഈ പ്രസരിപ്പിന്, നിങ്ങളുടെ ഈ ആശ്വാസ ജീവിതത്തിന് എന്താ കാരണം? അപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രതികരണം, വിശുദ്ധ ഖുർആനിലെ 4 ആയത്തുകളെ ഞാൻ മനനം നടത്തി, ഞാൻ അതിനെക്കുറിച്ച് പഠനം നടത്തി. എൻ്റെ പഠനത്തിൽ, എൻ്റെ ആലോചനയിൽ പിന്നെ ദുഃഖിക്കേണ്ട, വിഷമിക്കേണ്ട ഒരവസ്ഥ എനിക്കുണ്ടായിട്ടില്ല. ഏതാണ് ആ 4 വചനങ്ങൾ? ഒന്ന്, മാ യഫ്തഹില്ലാഹു ലിന്നാസി മിൻ റഹ്മത്തിൻ ഫലാ മുംസിക ലഹ. രണ്ടാമത്തേത്, വൈ യംസസ്കല്ലാഹു ബിദുർരിൻ ഫലാ കാശിഫ ലഹു ഇല്ലാഹു. മൂന്നാമത്തേത്, വമാ മിൻ ദാബത്തിൻ ഫിൽ അർളി ഇല്ലാ അലല്ലാഹി റിസ്ഖുഹ. നാലാമത്തേത്, ഇന്ന മഅൽ ഉസ്രി യുസ്ര. ഈ 4 ആയത്തുകളാണ് ഞാൻ എൻ്റെ പഠനത്തിൽ എടുത്തു വെച്ചത്. അതിലൂടെയാണ് ഞാൻ ആശ്വാസത്തിന് വക കണ്ടെത്തിയത്. എന്താ ആയത്തുകൾ പറയുന്നത്? മാ യഫ്തഹില്ലാഹു ലിന്നാസി മിർ റഹ്മത്തിൻ,
അള്ളാഹു ജനങ്ങൾക്ക് അവൻ്റെ റഹ്മത്ത് തുറന്നു വെച്ചിട്ടുണ്ട് എങ്കിൽ ഫലാ മുംസിക ലഹ, ആ റഹ്മത്തിനെ പിടിച്ചു വാങ്ങുവാനും പിടിച്ചു മാറ്റുവാനും ഒരാളുമില്ല. പടച്ചോൻ ഒരാൾക്കൊരു റഹ്മത്ത് അരുളണം എന്നുദ്ദേശിച്ചാൽ അത് കൊടുക്കരുതെന്നും അത് തടയണമെന്നും പറയാൻ ആരുമില്ല. തടഞ്ഞു വെക്കുന്നവനും പിടിച്ചു വെക്കുന്നവനുമായിട്ട് ആരുമില്ല. പടച്ചോൻ വിധിച്ചതെന്തോ അത് വരും. രണ്ടാമത്തെ ആയത്ത് വയ്യംസസ്ക അല്ലാഹു ബിദുർറിൻ ഫലാ കാശിഫ ലഹു ഇല്ലാഹു, നിനക്കൊരു ദുരിതം ബാധിച്ചിട്ടുണ്ട് എങ്കിൽ ആ ദുരിതം പോക്കാൻ അള്ളാഹു അല്ലാതെ മറ്റാരുമില്ല. മൂന്നാമത്തെ ആയത്ത് വമാ മിൻ ദാബത്തിൻ ഫിൽ അർളി ഇല്ലാ അലല്ലാഹി റിസ്ഖുഹ, ഭൂമിയിൽ ഒരു ജന്തുവില്ല, ഒരു ജീവിയുമില്ല അതിൻ്റെ ഉപജീവനം അള്ളാഹു ഏറ്റെടുക്കാതെ. നാലാമത്തേത് ഇന്ന മഅൽ ഉസ്രി യുസ്ര, ഞെരുക്കമുണ്ടോ ആ ഞെരുക്കത്തോടൊപ്പമാണ് എളുപ്പം. ഇന്ന് ഞെരുക്കമാണ് എങ്കിൽ എളുപ്പം വരാനിരിക്കുന്നു. പടച്ച റബ്ബ് അങ്ങനെയാണ് ഈ ജീവിതത്തെ സംവിധാനിച്ചിട്ടുള്ളത്. ഈ 4 ആയത്തുകളിൽ ചിന്ത നട്ട എന്നെ സംബന്ധിച്ചിടത്തോളം പിന്നെ ദുഃഖിക്കേണ്ട ഒരാവശ്യം എനിക്കുണ്ടായിട്ടില്ല എന്നാണ് അദ്ദേഹം പറയുകയുണ്ടായത് എന്നാണ്. ഈമാനാണ് വിഷയം. ഈ ആയത്തുകൾ മനുഷ്യനെ ബന്ധിപ്പിക്കുന്നത് ഖാലിഖുമായിട്ടാണ്, അള്ളാഹുവിൻ്റെ ഖളാ ഖദറുമായിട്ടാണ്. അള്ളാഹുവിലുള്ള വിശ്വാസം ഈ വചനങ്ങൾ ഒരു മനുഷ്യനിൽ ഊട്ടുകയാണ്. അതുകൊണ്ട് തന്നെ യഥാർത്ഥ വിശ്വാസം അതാണ് രക്ഷക്കുള്ള വഴി എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അലി ഇബ്നു അബി താലിബ് റളിയല്ലാഹു അൻഹു പറയാറുണ്ട്, ഞാൻ അള്ളാഹുവിനോടൊരു വിഷയത്തിൽ ദുആ ചെയ്താൽ അള്ളാഹു ഞാൻ ദുആ ചെയ്യുന്നത് എനിക്ക് നൽകിയാൽ ഞാൻ സന്തോഷിക്കും. ഒരിക്കൽ മാത്രം ചോദിച്ചത് അള്ളാഹു തന്നാൽ എനിക്കൊരു സന്തോഷമാണ്. ഞാൻ അള്ളാഹുവോട് തേടിയത് അള്ളാഹു നൽകിയിട്ടില്ല എങ്കിൽ ഞാൻ 10 തവണ സന്തോഷിക്കും. അപ്പോൾ അള്ളാഹുവിനോട് ഞാൻ ഒരു വിഷയത്തിൽ പ്രാർത്ഥിച്ചത് കിട്ടിയാൽ എനിക്കൊരു സന്തോഷമാണ്. അള്ളാഹു പ്രാർത്ഥിച്ചത് നൽകിയിട്ടില്ല, ഞാൻ ചോദിച്ചത് അള്ളാഹു തന്നില്ല എങ്കിൽ എനിക്കതിൽ 10 സന്തോഷമാണ്. അപ്പോൾ അലി ഇബ്നു അബി താലിബിനോട് ചോദിച്ചു അതെന്താ? അപ്പോൾ അലീൻ്റെ പ്രതികരണം, ഞാൻ ചോദിച്ചത് അള്ളാഹു എനിക്ക് നൽകിയാൽ എൻ്റെ ഇഷ്ടമാണ് അള്ളാഹു എനിക്ക് നൽകിയത്. ഞാൻ ചോദിച്ചത് അള്ളാഹു എനിക്ക് നൽകിയിട്ടില്ല എങ്കിൽ അള്ളാഹുവിൻ്റെ ഇഷ്ടമാണ് എന്നിൽ അള്ളാഹു സഫലീകരിച്ചത്. പടച്ചോൻ്റെ ഇഷ്ടം എന്താ? അതെനിക്ക് തരരുത് എന്നാണ്. അതിലാണ് എനിക്ക് ഖൈർ. അവിടെ അള്ളാഹുവിൻ്റെ ഇഷ്ടത്തിനാണ് അള്ളാഹു പ്രാമുഖ്യം കൽപ്പിച്ചത്. എന്നാൽ ഞാൻ ചോദിച്ചത് നൽകിയാലോ എൻ്റെ ഇഷ്ടമാണ് എനിക്ക് നൽകിയത്. അപ്പോൾ അള്ളാഹുവിൻ്റെ ഇഷ്ടമാണ് എനിക്ക് നൽകാതിരിക്കുക എന്നുള്ളത്. അതിനാൽ എനിക്ക് 10 തവണ സന്തോഷമാണ്. ഞാൻ ചോദിച്ചത് നൽകിയാൽ ഒരു സന്തോഷമേ ഉള്ളൂ എന്ന് അലിയാർ പറഞ്ഞു. ഇതെന്തുകൊണ്ടാണ് പറഞ്ഞത്? ഇതാണ് വിശ്വാസം. അള്ളാഹുവിൻ്റെ വിധിയിലും അള്ളാഹുവിൻ്റെ തീരുമാനത്തിലുമുള്ള തൃപ്തി വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ഈമാൻ അവനിൽ സഫലീകൃതമാകേണ്ടതുണ്ട്, സാക്ഷാത്കൃതമാകേണ്ടതുണ്ട്. എങ്കിൽ അള്ളാഹു ഈ ദുനിയാവിന് പറഞ്ഞ പ്രത്യേകത ഖബദിലാണ്, മുഖാബദത്തിലാണ്. ലഖദ് ഖലഖ്നൽ ഇൻസാന ഫീ ഖബദ് യാ അയ്യുഹൽ ഇൻസാൻ ഇന്നക കാദിഹുൻ ഇലാ റബ്ബിക കദ്ഹൻ ഫമുലാഖിഹ്. അധ്വാനത്തിൻ്റെ ജീവിതം, ഞെരുക്കവും ഭാരവും താങ്ങിക്കൊണ്ടുള്ളതായ ജീവിതം, അതാണ് ഈ പുരുഷായുസിന് പറയപ്പെട്ടുള്ളത് എങ്കിൽ ആ പുരുഷായുസിലൊരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ഈ കളങ്കരഹിതമായ അവൻ്റെ വിശ്വാസം, അവൻ്റെ ഈമാൻ, അത് അവന് ആശ്വാസവും സമാധാനവും എത്തിക്കുന്ന ഈ ജീവിതത്തിൽ അവന് വിജയം നേടിക്കൊടുക്കുന്നതായ പ്രധാനപ്പെട്ട മാനദണ്ഡമാണ്. ഈമാനിൻ്റെ തേട്ടമാണ് ദുആയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ദുആ എന്ന് നമ്മൾ കേൾക്കുകയുണ്ടായി. എന്താ തിരുനബിയുടെ ദുആ? സദാ തിരുനബി ദുആയിരക്കാറുള്ള ഒരു ദുആയാണ്. അനസിൽ നിന്നുള്ള ഹദീസ്, ഇമാം മുസ്ലിമിൻ്റെയും മറ്റും റിവായത്തിൽ, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഹമ്മി വൽ ഹുസ്ൻ വമിനൽ അജ്സി വൽ കസൽ വമിനൽ കസലി വൽ ജുബ്ൻ വമിൻ ദിലഇദ് ദൈനി വഗലബത്തി റിജാൽ. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ദുആയിലെ വിഷയങ്ങൾ എന്താ? അല്ലാഹുവേ ഇന്നി അഊദു ബിക, ഞാൻ നിന്നോട് രക്ഷ തേടുന്നു, മിനൽ ഹമ്മി വൽ ഹസൻ, ദുഃഖവും മനോവ്യഥയും, ദുഃഖത്തെ തൊട്ട് വേദനയെ തൊട്ട് അല്ലാഹുവേ ഞാൻ നിന്നോട് അഭയം തേടുന്നു, രക്ഷ തേടുന്നു. വമിനൽ അജ്സി വൽ കസൽ, അശക്തതയിൽ നിന്നും അലസതയിൽ നിന്നും അല്ലാഹുവേ ഞാൻ നിന്നോട് രക്ഷ തേടുന്നു. വമിനൽ ജുബ്നി വൽ ബുഖൽ, പിശുക്കിൽ നിന്നും ലുബ്ധതയിൽ നിന്നും ഭീരുത്വത്തിൽ നിന്നും, ഭീരുത്വത്തിൽ നിന്നും അല്ലാഹുവേ ഞാൻ നിന്നോട് രക്ഷ തേടുന്നു.
വമിൻ ദിലഇദ്ദൈൻ, കടഭാരത്തിൽ നിന്നും, വഗലബത്തി റിജാൽ, അന്യരുടെ മേൽക്കോയ്മയിൽ നിന്നും ഞാൻ നിന്നോട് രക്ഷ തേടുന്നു. ഒരു മനുഷ്യൻ്റെ ദുന്യവിയായ ജീവിതം താറുമാറാകുവാൻ, അത് തകർന്ന് തരിപ്പണമാകുവാൻ, അത് അപകടത്തിൽ ആപതിക്കുവാൻ ഉള്ള വിഷയങ്ങളാണ് പറഞ്ഞത്. മനോദുഃഖങ്ങൾ, മാനസിക പിരിമുറുക്കങ്ങൾ, ഭീരുത്വം, അലസത, അശക്തത, കടഭാരം, മറ്റുള്ളവരുടെ മേൽക്കോയ്മ, അന്യർ വിലപേശുക, അന്യരുടെ ഭീഷണിയിൽ ഉലഞ്ഞാടുന്ന ഒരു പുരുഷ ജീവിതം എന്ന് പറഞ്ഞാൽ അതൊക്കെ മനുഷ്യരുടെ ജീവിതത്തെ നശിപ്പിക്കുവാൻ, ഈ ദുന്യവി ജീവിതത്തിൽ തകർക്കുവാൻ ഉള്ള വിഷയങ്ങളാണ്. അതിൽ നിന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വഅലൈഹി വസല്ലമ തങ്ങൾ അള്ളാഹുവിനോട് രക്ഷയ്ക്ക് വേണ്ടിയിട്ട് തേടുന്നത്. അപ്പോൾ ദുആ അത് മുഖ്യമാണ് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം. അത് ഈമാനിൻ്റെ തേട്ടവുമാണ്, വിശ്വാസത്തിൻ്റെ തേട്ടമാണ്. അപ്പോൾ നമ്മൾ നമ്മുടെ വിശ്വാസത്തെ സാക്ഷാത്കൃതമാക്കി നമ്മൾ അള്ളാഹുവിനോട് ദുആയിരന്ന് നമ്മൾ സൽപ്രവൃത്തികളിൽ ജീവിച്ചാൽ ഈ ദുന്യവി ജീവിതത്തിന് പറഞ്ഞതായ ഈ പ്രയാസങ്ങൾ, ക്ലേശങ്ങൾ, അതേപോലെ തന്നെ ദുരിതങ്ങൾ, ബുദ്ധിമുട്ടുകൾ അത് വിശ്വാസിക്ക് ഫലപ്രദമാവുകയും അതിൽ വിശ്വാസി വിജയം വരിക്കുകയും ചെയ്യും എന്നുള്ളതാണ് ഈ നിദർശനങ്ങൾ നമ്മളോട് ഉണർത്തുന്നത്. അതേസമയം വിശ്വാസി ദുനിയാവി ജീവിതത്തിൽ ഈ നിദർശനങ്ങളെ വകവെക്കാതെ ജീവിച്ചാൽ വിശ്വാസിയുടെ ജീവിതം വിടുങ്ങും. അത് ഞെരുക്കത്തിൽ, പ്രയാസത്തിൽ ഉഴലുകയും വിശ്വാസി പരാജിതനാവുകയും ചെയ്യും. വമൻ അഅറദ അൻ ദിക്രി ഫഇന്ന ലഹു മഈശതൻ ദൻക, എന്നെ സ്മരിക്കുന്നതിൽ നിന്ന് തിരിഞ്ഞു ജീവിക്കുന്നവൻ അവനാകുന്നു ഇടുങ്ങിയ ജീവിതം എന്നാണ്. വമൻ യുഅ്റിദ് അൻ ദിക്രി റബ്ബിഹി യസ്ലുഖുഹു അദാബൻ സഅദ, തൻ്റെ റബ്ബിനെ സ്മരിക്കുന്നതിൽ നിന്ന് മുഖം തിരിച്ച് അതിനെ അവഗണിച്ച് ജീവിക്കുന്നവൻ, അവന് ഞാൻ ഇടുസായ ജീവിതത്തിലേക്ക് അവനെ പ്രവേശിപ്പിക്കും എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. വിശ്വാസം അതിന് കോട്ടം തട്ടി, കയ്യിലിരിപ്പ്, കർമ്മങ്ങൾ അത് മോശമായി ഒരാളിവിടെ ജീവിച്ചിട്ടുണ്ട് എങ്കിൽ ദുനിയാവിനോ അള്ളാഹു പറഞ്ഞിട്ടുണ്ട് ഈ ഒരു പ്രത്യേകത. ആ പ്രത്യേകതയുള്ള ദുനിയാവിൽ സന്തോഷത്തിന് സന്താപം, സന്താപത്തിന് സന്തോഷം പറഞ്ഞിട്ടുണ്ട് എങ്കിൽ അതിൽ സന്തോഷം അത് നിലനിർത്താൻ കഴിയില്ല. സന്താപം നിലനിർത്താൻ ദുഃഖത്തിൽ കഴിഞ്ഞുകൂടാനേ മനുഷ്യന് സാധിക്കുള്ളൂ. അതുകൊണ്ട് വിശ്വാസി ഈ ഭൗതിക ജീവിതത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്നുള്ളൊരു തിരുമൊഴി നമ്മൾ കേട്ടു. ഒരാളുടെ ലക്ഷ്യം, എയിം അത് പരലോകമായാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അയാളുടെ ഹൃദയത്തിൽ ഐശ്വര്യം എഴുതും, നിശ്ചയിക്കും. അത് അയാളുടെ കണ്ണുകൾക്കിടയിൽ അല്ലാഹു എഴുതുമെന്നാണ്. ദുനിയാവ് വേണ്ടെങ്കിലും അത്തതുഹു ദുനിയ വഹിയ റാഗിമ, അത് അവന് നേരെ വന്നുകൊണ്ടിരിക്കും, യഥേഷ്ടം വന്നുകൊണ്ടിരിക്കും. എന്നാൽ ഒരു മനുഷ്യൻ പരലോകം ലക്ഷ്യമാക്കാതെ ദുനിയാവിൽ പൂണ്ട് ദുനിയാവിൽ കഴിഞ്ഞുകൂടിയിട്ടുണ്ടെങ്കിലോ അള്ളാഹു അവനിൽ ദാരിദ്ര്യം നിശ്ചയിക്കും. അവൻ്റെ കണ്ണുകൾക്കിടയിൽ അള്ളാഹു ദാരിദ്ര്യം എഴുതും. ദുനിയാവിൽ എന്താണ് അള്ളാഹു അവന് വിധിച്ചത് അതല്ലാതെ അവന് വരികയില്ല എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായ മുന്നറിയിപ്പ്. ആഖിറം ലക്ഷ്യമാക്കുക എന്ന് പറഞ്ഞാൽ പരലോക വിജയത്തെ ലക്ഷ്യമാക്കുക എന്നുള്ളതാണ്. അതിലൊരു മനുഷ്യൻ്റെ വിശ്വാസം അത് യഥാവിധമാകും, കർമ്മങ്ങൾ യഥാവിധാകും എന്നുള്ളതാണ്. പറഞ്ഞു വരുന്നത് ഈ ദുന്യവി ജീവിതം അതിൻ്റെ ഈ പ്രത്യേകത മനസ്സിലാക്കി നമ്മൾ ഈ ദുന്യാവിൽ ജീവിക്കണം എന്നുള്ളതാണ്.
അതിന് വേണ്ട വിഷയം എന്താണ്, ഒരു മനുഷ്യൻ പരിഗണിക്കേണ്ട വിഷയം എന്താണ്, അതാണ് നമ്മൾ കേൾക്കുകയുണ്ടായത്. അവനവൻ്റെ വിശ്വാസം അത് രൂഢമൂലമാക്കി യഥാവിധമാക്കി സൽപ്രവൃത്തികളിലൂടെ അവൻ്റെ ജീവിതത്തെ അവൻ മുന്നേറ്റുകയും ദുആയിലെന്ന് അള്ളാഹുവിൽ നിന്ന് അവൻ്റെ ആശ്വാസവും അള്ളാഹു അരുളുന്നതായ അവനുള്ള സമാശ്വാസവും നമ്മൾ നേടുവാൻ ആർജിക്കുവാൻ പണിയെടുക്കുകയും ചെയ്യണം എന്നുള്ളതാണ്. ഇന്നല്ലദീന ഖാലു റബ്ബുനല്ലാഹ് സുമ്മ ഇസ്തഖാമു ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഇന്നല്ലദീന ഖാലു റബ്ബുനല്ലാഹ്, ഞങ്ങളുടെ റബ്ബ് ആരാധ്യൻ അള്ളാഹു ആണെന്ന് പ്രഖ്യാപിക്കുകയും സുമ്മ ഇസ്തഖാമു, എന്നിട്ട് ആ വിശ്വാസത്തിനനുസരിച്ചുള്ള നേർജീവിതം, വളയാത്ത വക്രതയില്ലാത്ത നേർജീവിതം, മുസ്ലിമായിട്ടുള്ള നേരായ ജീവിതം ആർക്കുണ്ടോ ഫലാ ഖൗഫുൻ അലൈഹിം. ഇന്നല്ലദീന ഖാലു റബ്ബുനല്ലാഹ് സുമ്മ ഇസ്തഖാമു ഫലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. അവർക്ക് പേടിക്കേണ്ടി വരികയില്ല, അവർക്ക് ദുഃഖിക്കേണ്ടി വരികയുമില്ല എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ വിശ്വാസികൾക്ക് നൽകുന്നതായ സന്തോഷ വാർത്ത. അതോടൊപ്പം ഈ ദുനിയാവിൻ്റെ പ്രത്യേകത തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ലൈസൽ ഗിന അൻ കസറത്തിൽ അറദ് വ ഇന്നമൽ ഗിന ഗിനൻ നഫ്സ്. ഇമാം മുസ്ലിമിൻ്റെ റിവായത്തിൽ ലൈസൽ ഗിന, സമ്പത്തല്ല, അൻ കസറത്തിൽ അറദ്, കൂടുതൽ ഭൗതിക വിഭവങ്ങൾ ഉണ്ടാകുക എന്നുള്ളത്. അതൊരിക്കലും ഐശ്വര്യമല്ല. ഒരാൾക്ക് എണ്ണുവാൻ കുറേ കറൻസിയുണ്ട്, ഒരാൾക്ക് തൻ്റെ വരുമാനമായിട്ട് പറയുവാൻ കുറേ എടുപ്പുകളുണ്ട്, ബിൽഡിങ്ങുകളുണ്ട്, ഒരാൾക്ക് തൻ്റെ സ്ഥലങ്ങളായി പറയുവാൻ ഏക്കറക്കണക്കിന് സ്ഥലങ്ങളുണ്ട്, ഒരാൾക്ക് ഭൗതികമായ കോപ്പുകൾ ധാരാളമുണ്ട്. ഇതൊന്നുമല്ല ഐശ്വര്യം. ഇതാണ് തിരുനബി പറയുന്നത്. വ ഇന്നമൽ ഗിന ഗിനൻ നഫ്സ്, മനസ്സിൻ്റെ ഐശ്വര്യം, അതാണ് യഥാർത്ഥത്തിൽ ഗിന, ഐശ്വര്യം. ഈ ഒരു തിരുനബി പറഞ്ഞ വസ്തുത അത് നമ്മൾ ഏറ്റവും മുഖവിലക്കെടുത്താണ് ഇവിടെ ജീവിക്കേണ്ടത്. മനസ്സിൻ്റെ സുഖവും മനസ്സിൻ്റെ ഐശ്വര്യവും അതാണ് യഥാർത്ഥത്തിൽ ഐശ്വര്യം. ദുനിയാവ് ഒരാൾക്ക് എണ്ണാനും അളക്കാനും വാരാനുമൊക്കെ കുറവാണെങ്കിലും അയാളുടെ മനസ്സ് സമ്പന്നമാണോ എന്നുള്ളതാണ് വിഷയം. സച്ചരിതരായ മുൻഗാമികൾ അങ്ങനെ ആയിരുന്നു. അവർ സമ്പന്നരായിരുന്നു. എങ്ങനെ സമ്പന്നരായിരുന്നു? മാനസികമായ സമ്പന്നതയിൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ദുനിയാവിൽ ജീവിച്ചു. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഏറ്റവും നല്ല സമ്പന്നനായിരുന്നു. എന്താ സമ്പന്നതയുടെ പ്രത്യേകത? അത് മനസ്സിൻ്റെ സമ്പന്നതയാണ്. പല ദുഃഖവിചാരങ്ങൾ തിരുനബിയെ വേട്ടയാടിയിട്ടുണ്ട്. ഭൗതികമായ പല പ്രയാസങ്ങളും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പലവിധ പ്രശ്നങ്ങളും വിഘ്നങ്ങളും തീർത്തിട്ടുണ്ട്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മാനസികമായ ഐശ്വര്യത്തിൽ ഒരു ഐശ്വര്യവാനായി ധന്യനായി ഈ ദുനിയാവിൽ ജീവിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ദുനിയാവിൽ ജീവിച്ചു. അതിൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് താങ്ങും തണലുമായി ജീവിച്ച തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ എല്ലാമെല്ലാമായി തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ദുനിയാവിലെ ജീവിതത്തിൽ ഗണിച്ചിരുന്ന പ്രിയതമ മരണപ്പെട്ട വർഷം ദുഃഖത്തിൻ്റെ വർഷമാണ്. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഏറ്റവും കൂടുതൽ താങ്ങായി തണലായി വർത്തിച്ച തൻ്റെ ഭാര്യ ഖദീജ റളിയല്ലാഹു തആല അൻഹ, ഖദീജ ബിൻത് ഖുവൈലിദ് റളിയല്ലാഹു തആല അൻഹ മരണപ്പെടുന്നത് നുബുവത്തിൻ്റെ 10ാമത്തെ വർഷമാണ്. ആ 10ാമത്തെ വർഷം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അവസ്ഥ എന്താണ്? മക്കയിൽ വളരെ പ്രയാസമാണ്. മക്കക്കാർ നിസ്സഹകരണം ഏർപ്പെടുത്തി. ആ നിസ്സഹകരണത്തിൽ ഭക്ഷണം നിഷേധിച്ചു, സംസാരിക്കുന്നത് പോലും നിഷേധിച്ചു. ഒരു മലഞ്ചെരുവിൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും കുടുംബവും വിശ്വാസികളും ഉപരോധിക്കപ്പെട്ടു. വളരെ പ്രയാസത്തിൻ്റെ ഒരു 3 വർഷം കഴിയുകയാണ്. ആ നാളുകളിൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭൗതിക ജീവിതത്തെ നിലനിർത്തിയിരുന്നത് അള്ളാഹുവിൻ്റെ ഔദാര്യത്താൽ ഈ ഖദീജ റളിയല്ലാഹു തആല അൻഹ നീട്ടിയിരുന്ന സഹായഹസ്തങ്ങളാണ്. മാത്രമല്ല ആ നുബുവത്തിൻ്റെ 10 വർഷങ്ങളിൽ ഏതൊരുവിധ പ്രയാസങ്ങൾ പുറത്ത് തിരുനബിക്ക് സഹിക്കേണ്ടി വന്നാലും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വീട്ടിലെത്തിയാൽ ആശ്വാസത്തിൻ്റെ വചനങ്ങളോതി തൻ്റെ ഭർത്താവിനെ സമാശ്വസിപ്പിച്ചുറക്കിയിരുന്നത് ഖദീജ റളിയല്ലാഹു തആല അൻഹ ആയിരുന്നു. അതുകൊണ്ടാണ് തിരുനബി അത് ജീവിതത്തിൻ്റെ എല്ലാ
ജീവിതത്തിൻ്റെ നാളുകളിലെല്ലാം ഓർത്തുകൊണ്ട് ആമനത് ബി ഹീന കദ്ദബനി അന്നാസ്, ജനങ്ങൾ എന്നെ കളവാക്കിയപ്പോൾ ഖദീജയാണ് എന്നിൽ വിശ്വസിച്ചത്. വവാസത്നി ബിനഫ്സിഹ വമാലിഹ, ശരീരം കൊണ്ടും സമ്പത്ത് കൊണ്ടും എനിക്ക് ആശ്വാസം പകർന്നത് ഖദീജയാണെന്ന് പറഞ്ഞ് ആ ഒരു ഇന്നലെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആലോചിച്ച് മുന്നേറുന്നത്. ഈ ഖദീജ റളിയല്ലാഹു തആല അൻഹ നുബുവത്തിൻ്റെ 10ാമത്തെ വർഷം മരണപ്പെടുകയാണ്. അവരുടെ മരണം, അതിനു മുമ്പായി അബൂ താലിബിൻ്റെ മരണം, ഈ 2 പ്രതിസന്ധികൾ ഭൗതിക ജീവിതത്തിൽ തിരുനബിക്കുണ്ടായതിൽ പിന്നെയാണ് മക്കയിൽ നിന്ന് തിരുനബിക്ക് തായിഫിലേക്ക് പലായനം ചെയ്യേണ്ടി വന്നത്. അതിനപ്പുറം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിലേക്ക് പലായനം ചെയ്യേണ്ടി വന്നത്. എത്ര പ്രയാസത്തിൽ, എത്ര വേദനയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അകപ്പെടുകയുണ്ടായി. അവിടുത്തെ ജീവിതത്തിൽ 7 മക്കളാണ് അള്ളാഹു തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നൽകുകയുണ്ടായത്. 7 മക്കളിൽ 6 മക്കളും തിരുനബി ജീവിച്ച നാളിൽ മരണപ്പെടുകയുണ്ടായി. ഒരു വാപ്പാക്ക് ആ വാപ്പായുടെ ജീവിതത്തിൽ 7 മക്കളിൽ 6 മക്കളും മരണപ്പെടുക എന്ന് പറഞ്ഞാൽ അതെത്ര വലിയ പരീക്ഷണമാണ്. ഇതേപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിൽ ഓരോ വിഷയങ്ങൾ, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഏറ്റവും ആദർശത്തിലൊരു ശക്തി ബലമായിരുന്നു ഹംസത്ത് ബിൻ അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു തആല അൻഹു. ഹംസത്ത് ഇസ്ലാം സ്വീകരിച്ചതിൽ പിന്നെ നബി കുടുംബത്തിൽ ഒരു മെമ്പർ, ശക്തൻ, ഖുറൈശികൾ അംഗീകരിക്കുന്ന ഒരു വ്യക്തിത്വം, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മുലകുടി ബന്ധത്തിൽ സഹോദരൻ, ഇങ്ങനെയൊക്കെ പ്രത്യേകതയുള്ളതായി ഹംസത്ത് ഉഹദിൽ ഷഹീദായപ്പോൾ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മനസ്സിനെ മുറിവേൽപ്പിച്ചു, കണ്ണിനെ കരയിപ്പിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വേദനിച്ചു. ഇതേപോലെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിൽ തിരുനബി ഏറെ ഇഷ്ടപ്പെട്ടിരുന്ന, അടുത്തു വർത്തിച്ചിരുന്നതായ വ്യക്തിത്വങ്ങളുടെ മരണങ്ങൾ, ഇതൊക്കെ അതേപോലെ തന്നെ ജീവിതത്തിലെ പല പ്രയാസങ്ങളും, ഇതൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ദുനിയാവിൽ നമ്മളോട് തന്നെ തിരുനബി പറഞ്ഞത് എന്താ? ഇദാ അസാബക അഹദുകും ബി മുസീബത്തിൻ ഫലിയദ്കുർ മുസീബതഹു ബി ഫഇന്നഹാ അഅ്ദമുൽ മസായിബ്. നിങ്ങൾക്കൊരു മുസീബത്തേറ്റാൽ എൻ്റെ മുസീബത്തുകൾ, എനിക്കേറ്റ മുസീബത്തായിട്ട് തട്ടിച്ചോക്കി, എനിക്കേറ്റതായിരിക്കും ഏറ്റവും വലിയത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. ഇതൊക്കെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭൗതിക ജീവിതത്തിൽ തിരുനബിയെ വേട്ടയാടിയ വിഷയങ്ങളാണ്. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ധന്യനായിരുന്നു, ഐശ്വര്യവാനായിരുന്നു. പക്ഷേ ആ ഐശ്വര്യം എന്തായിരുന്നു? തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വീട്ടിൽ എന്തായിരുന്നു അവസ്ഥ? ഉർവ പറയാണ് ആയിഷ റളിയല്ലാഹു അൻഹയോട്, നിങ്ങൾ എങ്ങനെയായിരുന്നു തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം ജീവിച്ച നാളിൽ കഴിഞ്ഞു കൂടിയിരുന്നത്? അപ്പോൾ ആയിഷ റളിയല്ലാഹു തആല അൻഹ തിരുനബിയുടെ ഹുജറയെ ചൂണ്ടിയിട്ട് പറയുകയാണ്, യബ്ന ഉഖ്തി. ഉർവ എന്ന് പറഞ്ഞാൽ പിന്നെ ആയിഷയുടെ സഹോദരി അസ്മയുടെ മകനാണ്. മകനെ വിളിച്ചിട്ട് പറയാണ്, ഒരു ചന്ദ്രോദയം കഴിയും, പിന്നെ ഒരു ചന്ദ്രോദയം കഴിയും, പിന്നീട് ഒരു ചന്ദ്രോദയം കഴിയും എന്ന് പറഞ്ഞാൽ 3 മാസം കഴിയും. നബിയുടെ വീട്ടിൽ അടുപ്പിൽ തീ പുകയാറില്ലായിരുന്നു. അപ്പോൾ ഉർവ ചോദിക്കുകയാണ്, എങ്ങനെയാണ് നിങ്ങൾ 3 മാസം അടുപ്പിൽ തീ പൂട്ടാതെ ഭക്ഷണം ഉണ്ടാക്കാതെ എങ്ങനെയാണ് ജീവിച്ചിരുന്നത്? അപ്പോൾ ആയിഷ പറയുകയാണ്, ഇന്നഹുമൽ അസ്വദാൻ, അത് പച്ചവെള്ളവും കാരക്കയുമാണ്, അതായിരുന്നു ഞങ്ങളുടെ ഉപജീവനത്തിൻ്റെ വിഭവങ്ങൾ. എന്നിട്ട് ആയിഷമ്മ പറയുകയാണ്, പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മദീനയിൽ അൻസാരികളായ ചില അയൽപ്പക്കക്കാരുണ്ടായിരുന്നു. അവർ ഒട്ടകങ്ങളെ കറന്നാൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അവർ ഒട്ടകത്തിൻ്റെ പാല് സമ്മാനിക്കും. ആ ഒട്ടകപ്പാലിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഞങ്ങൾക്കും ഭാര്യമാർ 9 പേർക്കും വീതിച്ചു തരുമായിരുന്നു. അതും ഞങ്ങൾ ഈ നീണ്ട 3 മാസക്കാലമൊക്കെ ഞങ്ങളുടെ ഉപജീവനത്തിന് വകുപ്പായി കണ്ടിരുന്നു എന്നാണ് ഉമ്മുൽ മുഅ്മിനീൻ റളിയല്ലാഹു തആല അൻഹ വ അർളാഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വീട്ടിലെ ആ ജീവിതത്തെക്കുറിച്ച് ചിത്രീകരിക്കുന്നത്, പറയുന്നത്. ഇത് തിരുനബിയുടെ വീടിൻ്റെ ഭൗതിക സാഹചര്യമായിരുന്നുവെങ്കിൽ ഈ ഭൗതിക സാഹചര്യത്തിലെ നേതാവ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വലിയ സമ്പന്നനായിരുന്നു, ഐശ്വര്യവാനായിരുന്നു. എന്തായിരുന്നു ആ സമ്പന്നതയുടെ, ഐശ്വര്യതയുടെ മൂലധനം? അത് മനസ്സിൻ്റെ ഐശ്വര്യമാണ്.
ആ ഐശ്വര്യം, അതാണ് ഐശ്വര്യം എന്നാണ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളോട് പറയുന്നത്. ലൈസൽ ഗിന അൻ കസറത്തിൽ അറദ്, കുറേ ഭൗതിക കോപ്പുകൾ അതുണ്ടാവുക എന്നുള്ളതല്ല ഐശ്വര്യം. വ ഇന്നമൽ ഗിന ഗിനൻ നഫ്സ്, മനസ്സിൻ്റെ ഐശ്വര്യം അതാകുന്നു ഐശ്വര്യം എന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. ആ ഐശ്വര്യം, മനസ്സിൻ്റെ ഐശ്വര്യം അതുണ്ടാകണമെങ്കിൽ നമ്മളിൽ ഈമാന് വേണം. നമ്മുടെ കർമ്മങ്ങൾ സൽക്കർമ്മങ്ങളാവണം. അള്ളാഹുവിനോട് ആത്മാർത്ഥമായി ദുആയിരക്കുന്ന ഒരു മനസ്സും ഒരു വിശ്വാസവും അത് നമുക്കുണ്ടാകണം എന്നാണ് നമ്മൾ ഇവിടെ ഈ മിമ്പറിൽ വെച്ച് കേൾക്കുകയുണ്ടായത്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ മഹത്തായ ഫദ്ലിനാൽ നമ്മളെ എല്ലാവരെയും എല്ലാവിധ നന്മകൾക്കും അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു നമ്മുടെ പുരുഷായുസിനെ അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു അവന് വഴിപ്പെട്ട് ജീവിക്കുവാനുള്ള ആയുരാരോഗ്യം നമുക്കെല്ലാവർക്കും ഏറ്റി നൽകുമാറാവട്ടെ. നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ തെറ്റുകുറ്റങ്ങളെ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ ജീവിതത്തിൽ അള്ളാഹുവിന് ഏറ്റവും പ്രീതിപ്പെട്ട നമ്മുടെ സമയം നമ്മുടെ അവസാനത്തെ സമയമാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദിൽ മരണപ്പെട്ട് സ്വർഗരാജ്യം ഉടമപ്പെടുത്തുന്ന വിശ്വാസികളിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു നമ്മളോട് ദുആക്ക് വസിയ്യത്ത് ചെയ്തവരുടെ നല്ല ഉദ്ദേശങ്ങളെ അള്ളാഹു അവർക്ക് നിറവേറ്റി കൊടുക്കുമാറാവട്ടെ. രോഗം കൊണ്ട് വലയുന്നവരുടെ രോഗങ്ങൾക്ക് അള്ളാഹു ശിഫയും ആഫിയത്തും ഖനിയുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ മഗ്ഫിറത്തും മർഹമത്തുമേകി നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. നരകത്തിൽ നിന്ന് അള്ളാഹു നമ്മളെ മോചിപ്പിക്കുമാറാവട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين ودمر أعداءك أعداء الملة والدين. واحفظ اللهم هذا البلد آمنا مطمئنا رخاء سخاء وسائر ديار المسلمين. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. وآخر دعوانا أن الحمد لله رب العالمين. السلام عليكم.